റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. തിങ്കളാഴ്ച മണിക്കൂറിൽ 124 മൈൽ വേഗതയിൽ വീശിയടിച്ച ഫ്ലോറിസ് കൊടുങ്കാറ്റ് വടക്കൻ ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും കനത്ത നാശം വിതച്ചു. ജനജീവിതം താറുമാറായി. ശക്തമായ കാറ്റിനെ തുടർന്ന് മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇത് റെയിൽ, വ്യോമ, റോഡ് ഗതാഗതങ്ങൾ പലയിടത്തും സ്തംഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കൊടുങ്കാറ്റിനെ തുടർന്ന് ലൈനുകളിൽ വീണ മരങ്ങളും മറ്റും നീക്കം ചെയ്യുവാൻ റെയിൽ ഓപ്പറേറ്റർമാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നെറ്റ്വർക്ക് റെയിൽ സ്കോട്ട്ലൻഡ് അറിയിച്ചു. സാധ്യമാകുന്നിടത്തെല്ലാം സേവനങ്ങൾ നിലനിർത്തുന്നതിനും വീണമരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ജീവനക്കാർ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നെറ്റ്വർക്ക് റോയൽസ് സ്കോട്ട്ലൻഡിന്റെ റൂട്ട് ഡയറക്ടർ റോസ് മൊറാൻ പറഞ്ഞു. അതേസമയം ന്യൂകാസിൽ മുതൽ വടക്കോട്ടുള്ള എല്ലാ റെയിൽ സർവീസുകളും ഈസ്റ്റ് കോസ്റ്റ് കമ്പനി നിർത്തിവെച്ചു. സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, വടക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലും യെല്ലോ വാർണിംഗ് നിലനിൽക്കുകയാണ്. ഇറാനിൽ തടവിലാക്കപ്പെട്ട ബ്രിട്ടീഷ് ദമ്പതികളുടെ കാര്യത്തിൽ ആശങ്കകൾ ശക്തമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 52 വയസ്സുള്ള ലിൻഡ്സെയും ക്രേഗ് ഫോർമാനും ജനുവരി 1 മധ്യ ഇറാനിലെ കെർമാനിൽ ഒരു മോട്ടോർ ബൈക്ക് യാത്രക്കിടെയാണ് ഇറാൻ കസ്റ്റഡിയിലെടുത്തത്. ചാരവൃത്തി ആരോപിച്ചാണ് ദമ്പതികളെ അറസ്റ്റ് ചെയ്തത്. ഇവരെ ടെഹ്റസ് സമീപമുള്ള ഒരു പ്രത്യേക ജയിലിലേക്ക് മാറ്റിയതായി അവരുടെ മകൻ ജോർജ് ബെന്നറ്റ് പറഞ്ഞതായിട്ടാണ് വിവരം. പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയാകുവാൻ കാരണമായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മോശം ജയിലുകളിലാണ് തന്റെ മാതാപിതാക്കൾ ഇപ്പോഴുള്ളതെന്ന് ജോ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. 200 ദിവസങ്ങൾക്ക് മുമ്പാണ് ദമ്പതികൾ അറസ്റ്റിലായത്. എന്നാൽ ഇതുവരെ തനിക്ക് അവരോട് സംസാരിക്കുവാൻ സാധിച്ചില്ല എന്ന് ജോ വെളിപ്പെടുത്തി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ദമ്പതികളെ പുതുതായി കാണുവാൻ അനുവദിക്കണമെന്ന് മാതാപിതാക്കളെ വീട്ടിലേക്ക് വിളിക്കുവാൻ അനുവദിക്കുവാനും ഇറാനിയൻ അധികൃതരോട് ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിനിടെയാണ് ദമ്പതികൾ അറസ്റ്റിലായത്. ഫ്രാൻസുമായുള്ള കരാർ ഉൾപ്പെടെ ചാനൽ വഴിയുള്ള കടന്നുകയറ്റം തടയുന്നതിനുള്ള നടപടികൾക്കായി 100 മില്യൺ പൗണ്ട് കൂടി ചെലവഴിക്കുമെന്ന് ആഭ്യന്തര ഓഫീസ് അറിയിച്ചു. അധികൃത കുടിയേറ്റം തടയുന്നതിനായി നാഷണൽ ക്രൈം ഏജൻസി ഉദ്യോഗസ്ഥർക്ക് പണം നൽകുമെന്ന് ആളുകളെ കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ ശേഖരണം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും നൽകുമെന്നും ആഭ്യന്തര സെക്രട്ടറി എവഡ് കൂപ്പർ പറഞ്ഞു. അനധികൃത കുടിയേറ്റം തടയുന്നതിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കടുത്ത സമ്മർദ്ദമാണ് സർക്കാർ നേരിടുന്നത്. അഭയാർത്ഥികളെ പഠിപ്പിക്കുന്ന ഹോട്ടലുകൾക്ക് പുറത്ത് പ്രതിഷേധം ഈ വാരാന്ത്യത്തിൽ വ്യാപിച്ചിരുന്നു. ശനിയാഴ്ച വടക്കൻ ലണ്ടനിലെ ഈസിംഗ്ടൺ തീസിൽ സിറ്റി ബാർബിക്കൻ ഹോട്ടലിന് പുറത്തുള്ള പ്രതിഷേധക്കാരും എതിർ പ്രതിഷേധക്കാരും തമ്മിൽ നടന്ന ചെറിയ ഏറ്റുമുട്ടലിന് ശേഷം 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തീവ്ര ഇടതുപക്ഷ നിലപാടുകളിലൂടെ പ്രശസ്തനായ ലേബർ നേതാവാണ് ജെറമി കോർബിൻ. ദീർഘകാലം ലേബർ പാർട്ടിയെ പാർലമെന്റിലും പുറത്തുനിന്നും നയിച്ച കോർബിൻ ഒടുവിൽ ജൂതവിരുദ്ധ നിലപാടുകളുടെയും പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പേരിൽ പുറത്തായി. ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണ് ജെറമി കോർബിൻ. മുൻ ലേബർ MP കൂടിയായിട്ടുള്ള വനിതാ നേതാവ് സാറാ സുൽത്താനയാണ് ഈ പുതിയ ഉദ്യമത്തിൽ കോർബിന് കൂട്ട്. ഇരുവരും ചേർന്ന് രൂപം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുവാൻ സന്നദ്ധത അറിയിച്ച് ഇതിനോടകം തന്നെ 6 ലക്ഷത്തോളം പേരാണ് യുവ പാർട്ടി എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ത്യക്കെതിരെ തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുന്നതിനിടെ പാകിസ്ഥാനെ US സൈനികമായി സഹായിച്ച പഴയ പത്രവാർത്ത ഉയർത്തിക്കാട്ടി ഇന്ത്യൻ സൈന്യം. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ അമേരിക്ക സഹായിച്ച പത്രവാർത്തയാണ് സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. 1971 ഓഗസ്റ്റ് 5 വാർത്ത. ഇന്ത്യ പാക് യുദ്ധത്തിന് വളരെ മുൻപ് തന്നെ US $2 ബില്യൺ വിലയുള്ള ആയുധങ്ങൾ പാകിസ്ഥാന് നൽകിയതായിട്ടാണ് പത്രവാർത്തയിൽ പറയുന്നത്. USഉം നാറ്റോയും പാകിസ്ഥാനെ സൈനികമായി സഹായിക്കുന്നതിന്റെ വിവരങ്ങൾ പ്രതിരോധ നിർമ്മാണത്തിന്റെ ചുമതലയുള്ള മന്ത്രി VC ശുക്ല രാജ്യസഭയെ അറിയിച്ചതും വാർത്തയിലുണ്ട്. പാകിസ്ഥാൻ ആയുധം നൽകുന്ന വാർത്തകൾ സോവിയറ്റ് യൂണിയനും ഫ്രാൻസും നിഷേധിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ US ആയുധം നൽകുന്നത് തുടരുന്നതായിട്ടാണ് വാർത്തയിൽ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത നാശം വിതച്ച ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിക്കൂട്ടുവാനൊരുങ്ങി ഇന്ത്യൻ സേന. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകൾ വാങ്ങാനുള്ള അനുമതിക്കായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം ഉടൻ ചേരുമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ANI റിപ്പോർട്ട് ചെയ്തു. നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലേക്കും കരവ്യോമ മാർഗം വിക്ഷേപിക്കുവാൻ ഉൾപ്പെടെയുള്ള മിസൈലുകളാണ് വാങ്ങുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി പാകിസ്ഥാൻ ഭീകര സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ വലിയ പങ്ക് വഹിച്ചിരുന്നു.
ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ രണ്ടിടത്ത് മേഘവിസ്ഫോടനങ്ങൾ. ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 4 മരണം. 50-ലേറെ പേരെ കാണാനില്ല എന്നും വിവരമുണ്ട്. സുഖി മേഖലയിലും മേഘവിസ്ഫോടനം ഉണ്ടായതായിട്ട് ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചു. ധരാലി ഗ്രാമത്തിൽ ഉച്ചകഴിഞ്ഞ് 1:45 പ്രളയമുണ്ടായത്. മലമുകളിൽ നിന്നും കുത്തിയൊഴുകി വന്ന പ്രളയജലം വീടുകളുടെ മുകളിലൂടെ കുതിച്ചൊഴുകിയായിരുന്നു. വാഹനങ്ങളും ജനങ്ങളും അടക്കം ഒഴുക്കിൽപ്പെട്ടു. വീടുകൾ തകർന്നിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നതിനാൽ ഹോം സ്റ്റേകളും മറ്റുമുള്ള സ്ഥലമാണിത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്ന മുഖ്യമന്ത്രി പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണികൾ വേണ്ടവ എന്നിവ വേർതിരിച്ചു നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കുവാൻ. പൊളിച്ചു മാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയും വരെ ക്ലാസുകൾ നടത്തുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനം കണ്ടെത്തണം. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെയും സുരക്ഷാ പരിശോധന ഇതോടൊപ്പം നടത്തുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇനി കായിക വാർത്തകൾ. ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം ഈ വർഷം കേരളത്തിൽ കളിക്കാമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തങ്ങളുമായി കരാർ ഒപ്പിട്ടെങ്കിലും അടുത്ത വർഷം സെപ്റ്റംബറിൽ വരാമെന്ന നിലപാടിലാണ് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MT ആന്റോ അഗസ്റ്റിൻ. ഈ വർഷം എത്തുമെങ്കിൽ മാത്രമേ തങ്ങൾക്ക് താല്പര്യമുള്ളൂ. കരാർ റദ്ദായാൽ തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. കരാർ ലംഘിച്ചതിനാൽ നിയമ നടപടി സ്വീകരിക്കും. കരാർ രേഖ വെളിപ്പെടുത്തരുതെന്ന് നിബന്ധനയുള്ളതിനാൽ പുറത്തുവിടാനാകില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വർഷം ഒക്ടോബറിൽ അർജന്റീന ടീം ഇന്ത്യയിൽ വരാമെന്ന് ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെത്തുന്ന തീയതി എന്നാണ് എന്ന് അർജന്റീന അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ജൂൺ 6 കരാർ പ്രകാരമുള്ള 130 കോടി രൂപ FIAക്ക് നൽകിയിട്ടുണ്ട്. പണം ലഭിച്ചെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.67 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.